നമ്മളിവിടെ പോണു. പറഞ്ഞ പോലെ തന്നെ പെരിന്തൽമണ്ണ നമുക്ക് 1-2 ആവശ്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഒരാളെ കാണാൻ പോകും. ഏതായാലും പോണു. വണ്ടി കുറച്ച് എണ്ണടി കഴിച്ച് പമ്പി നേരെ കയറ്റി എണ്ണ അടിച്ച് പോണേക്കാ പെരും ബ്ലോക്ക് ബാക്കിയത് പോറടിച്ച് പറഞ്ഞ് ഞാൻ ഓടിക്കാൻ പോണേക്കാ കുട്ടീനെ കണ്ടപ്പോ കുട്ടീനെ നോക്കി ചിരിക്കും. എന്തിനാണ് ബ്ലോക്ക് കഴിഞ്ഞ് കുറച്ചെടുത്ത കാത്തിരിപ്പിന് ശേഷം നമ്മളവിടെ എത്തിട്ടാ മാർക്കറ്റ് സിറ്റി. ഏതായാലും വന്നാലും ഇനി കാണാവുന്ന ആളെ വിളിക്കേണ്ട അവിടെ ഇന്ന് വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ഇപ്പൊ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവും, നല്ല ബ്ലോക്കാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചവിടെ കാത്തിരിക്കാൻ ചേച്ചി പോണേക്കാച്ച് അവിടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് തോന്നുന്നത് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വാഷ്റൂമിൽ പോകണം, കാരണം മുഖമൊക്കെ ഒന്ന് കേൾക്കണം, ആകെ വെയിലടിച്ച് ഇല്ലാണ്ടായിക്കണേ. അങ്ങനെ ആ പരിപാടിയൊക്കെ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ പോയി 5 മിനിറ്റ് കാത്തു. ഞാൻ മനസ്സിലായി കാത്തുനിന്നൊക്കെ വെറുതെ വേറെ സ്ഥലത്തൊക്കെ പോകേണ്ടത്. പിന്നെ നോക്കില്ല, നേരെ അവിടെ വിട്ടിട്ട് നമ്മള് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിണ്ടാവും ആളാരാ, ആണാണോ പെണ്ണാണോ വേറെ ആരോ ഇല്ലട്ടെ, നമ്മളൊരു ഫ്രണ്ടാണ്. നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഓളെ കണ്ടുപിടി. മേടിക്കേണ്ട സാധനം മേടിച്ച് കൊടുക്കേണ്ട സാധനം കൊടുത്ത് നമ്മൾ പറഞ്ഞ നമുക്ക് ടൈമില്ല, 1-2 സ്ഥലത്തും കൂടി പോവാണ്ട് എന്ന് പറഞ്ഞ് നേരെ വിട്ടു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇന്റെ ആവശ്യം കഴിഞ്ഞ് നെക്സ്റ്റ് സഫായിന്റെ ആവശ്യം ഓനക്ക് എവിടെ പോകാണ്ട് ഓന്റെ ആരോ കാണാണ്ട് പറഞ്ഞിട്ട് നേരെ പോയത്. അപ്പോൾ മനസ്സിലായി ആൾ ചെറിയ ആളൊന്നല്ലേ, നമ്മൾ വിചാരിക്കുന്ന മാതിരി ആളല്ലേ, വലിയ പുള്ളിയാണ്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മളോട് കുറച്ചൊരു കമ്പനി ചെയ്യുന്നു. സഫായി മുടിയിട്ടാണ് പറഞ്ഞിട്ട് ഓന് കയറിയത്. എങ്ങനെ ഉണ്ടാവും നിൽക്കാറില്ല. അതിന്റെ ഇടയ്ക്ക് എന്റെ വ്ളോഗ് കാണിച്ചത് മുപ്പരാളെ ഹാപ്പി, നമ്മളെ ഹാപ്പി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് സഫായിന്റെ മുടിയിട്ട് കഴിഞ്ഞ് സഫാദും കുട്ടപ്പനെ നമ്മൾ നേരെ അവിടെ തെറിച്ചിട്ടാണ് നേരെ നാട്ടിലേക്ക് തന്നെ. അപ്പോൾ കാണാം എന്തായാലും. ഓക്കെ ഏതായാലും പോലെ ചേച്ചി പോണേക്ക് ഒരു ചായക്കട ഉണ്ടപ്പോൾ നമ്മളോട് നിർത്തി. നല്ല ശാന്തതയുള്ള സ്പോട്ടാണ് കേട്ടോ ഗൈസ്. ഏതാ അങ്ങനെ ഒരു ചായ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഗൈസ് പെരിന്തൽമണ്ണ പോയി വന്നപ്പത്തിന് 2 വീടും പൂട്ടിട്ടുണ്ട്. സഫായിനെയും പൂട്ടി പുറത്താക്കി, ഇനിയും പുറത്താക്കി. വിളിച്ചിട്ട് പോലും എടുക്കൂല. ഇനി വ്ളോഗില്ല, നിർത്തി ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.